പറയും മനുഷ്യ നീയാണെന്റെ ദൈവം. വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടന്ന കട്ടൻ കാപ്പിക്കൊപ്പം കഥ പറയാം പരിപാടി ശ്രദ്ധേയമായി. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ OCYMന്റെ നേതൃത്വത്തിൽ നടന്ന ഓർമ്മകളിലെ കഥകൾക്കൊപ്പം പെരുമ്പടവം ശ്രീധരൻ എത്തിയതോടെ ദേവാലയമുറ്റത്ത് ഓർമ്മകളുടെ പേമാരി പെയ്തിറങ്ങി. അവശതയിൽ വൈദിക ശ്രേഷ്ഠരുടെ കൈകൾ പിടിച്ചെത്തിയ പെരുമ്പടത്തിന് ഓർമ്മകളുടെ 1000 പൂച്ചെണ്ടുകളാണ് ഇടവകാംഗങ്ങൾ നൽകിയത്. ശാരീരിക അസ്വസ്ഥതകൾ മറന്ന പെരുമ്പടവും കഥകൾ പറഞ്ഞും കഥകൾ കേട്ടും മടുക്കാതെ പറഞ്ഞ് സാധാരണക്കാരന്റെ അധ്വാനത്തിന്റെ ആസ്വാദനത്തിന്റെ നേരിന്റെ ഇന്നലകളുടെ ഒരുപിടി ഓർമ്മകളാണ്. ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെക്കുറിച്ച് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും പാവപ്പെട്ട ആൾ ഞാനാണെന്നാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഏറ്റവും പാവപ്പെട്ട ആൾ ഞാൻ തന്നെയാണ്. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനം. നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കെന്ത് പ്രയാസം. എന്നെ സ്നേഹിക്കുന്ന ആളുകളുള്ളപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നില്ല, അനാവശ്യമായി പോകുന്നില്ല, ഞാൻ ഒരിടത്ത് പിന്നോക്കം പോകുന്നുമില്ല. നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ ഉന്തിത്തള്ളി ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഇടവക വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ പലരും ഈ നാളുകളിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്താണ് കട്ടൻ കാപ്പിക്കും പരിപ്പ് വടയ്ക്കും സ്ഥാനം എന്ന്. പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയും ആരാധനയും മാത്രമായി ഒതുക്കപ്പെടുമ്പോൾ ഈ പുത്തൻ തലമുറയിൽ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനായിട്ട് ഉണ്ട് എന്ന് ഇവിടുത്തെ വൈദികർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കുന്നതിന് OCYM മുഖാന്തരം ഇടയാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നാം ഇന്ന് ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട സാറിന്റെ ഒരു എഴുത്ത് ഞാൻ വായിച്ചതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഇയ്യോബിന്റെ പുസ്തകം വായിച്ച് സമാധാനത്തിലേക്ക് മടങ്ങുന്നു എന്നാണ്. പ്രത്യേകിച്ച് സമാധാനത്തെ സ്വരൂപിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം വായിക്കുന്ന പുസ്തകം, കൂടെ വായിക്കുന്ന പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. കാരണം ഇയ്യോബ് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടാമോ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ പിന്നീട് സർവശക്തനായ ദൈവം അവനതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വേദനയും പ്രയാസവും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകുമ്പോൾ അതെല്ലാം തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇയ്യോബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ചരിത്രം, ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ വളരെ സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട സാധ്യമായിട്ടുണ്ട്. സഹവികാരി ഫാദർ അജീഷ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കൂത്താട്ടുകുളം വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. അജീഷ് അച്ഛൻ ഏലിയാസ് അച്ഛനും പറഞ്ഞതുപോലെ ശ്രീധരൻ ചേട്ടൻ ദൈവത്തിന്റെ കയ്യൊപ്പ് ഹൃദയത്തിലുള്ളയാൾ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നോവലിൽ മാത്രം പറയുകയല്ല, അത് മലയാളികളുടെ മനസ്സ് പറയുന്ന മന്ത്രമാണ്, അത് മുദ്രണം ചെയ്യപ്പെടുന്നതാണ് എന്ന് നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. CJയുടെയും ലളിതാംബികാന്തർജനത്തിൻ്റെയും ചെമ്മനത്തിൻ്റെയും അങ്ങനെ ഒരു സാരഥികൾ, മേരി പെരിഞ്ഞ ഉൾപ്പെടെയുള്ള മലയാള സാഹിത്യത്തിലെ സാരഥികളുടെ മണ്ണുകൾ, അവരുടെ എല്ലാം വേരുകൾ ഇഴചേർന്ന മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും വ്യക്തിപരമായി പറയുമ്പോൾ,
ഈ വടകരയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ വായനയുടെ ലോകത്ത് ചേട്ടൻ്റെ ആദ്യ കൃതി വായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് വടകര സ്കൂളിൽ, ട്രെയിനിങ് സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥിയായി പഠിക്കുമ്പോഴാണ്. ഇടവകയിലെ സഹവികാരിമാരായ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല, ഫാദർ ഗീവർഗീസ് ബേബി, OCYM സെക്രട്ടറി ജസ്ലി മനീഷ്, ജോർജ് സൈമൺ എന്നിവർ വായനകളിലെ കഥാനുഭവം പങ്കുവച്ചു. ക്രിസ്തുവിനോട് കൂടി അല്ലാതെ എനിക്ക് ജീവിതമില്ല. ക്രിസ്തുവിന്റെ വാക്കുകളാണ്, ക്രിസ്തുവിന്റെ വചനങ്ങളാണ് എന്റെ ജീവിതത്തെ ഓരോ നിമിഷവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം എന്താണ് ഒരു ധ്യാനം? ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്താനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനമായിരുന്നു ദൈവം, ദൈവത്തോടു കൂടിയായിരുന്നു വചനം. വചനം നല്ലതുപോലെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വിവിധ പ്രായക്കാരായ ഇടവകാംഗങ്ങൾ കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും കട്ടൻ കാപ്പിക്കൊപ്പം കഥ പറയാം പരിപാടി മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റി. ഗ്രാമീണ സുന്ദരി ശാലീന ഭാവമാ കന്യകേ. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ്, കൂത്താട്ടുകുളം. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തിപരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.